എഴുത്തും കഥാകൃത്തുമായ മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വിടവാങ്ങിയിട്ട് 27 വർഷം പിന്നിട്ടു. അദ്ദേഹത്തിന്റെ ഓരോ ഓർമ്മകളും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകളിലേക്ക്. 1908 ജനുവരി 12 തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. കായ് അബ്ദുറഹിമാന്റെയും കുഞ്ഞിത്താച്ചുമ്മയുടെയും മകനായി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നാടുവിട്ട അദ്ദേഹം പല ദേശങ്ങളും സന്ദർശിച്ച് കൊൽക്കത്തയിൽ എത്തി. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ ബാല്യകാലസഖി പിറവികൊണ്ടു. മജീദേ, ഒന്നൊന്ന് എത്രയാ? ഇനി വലിയ ഒന്നാ? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പൊന്നു കുഞ്ഞുപാത്തുമ്മ, അയലക്കത്തെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. നീ ആനമക്കാരിന്റെ പൊന്നാര മോളുടെ പുന്നാര മോളാ. എന്റെ ഉപ്പാപ്പാക്കേ ഒരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ ആരുണ്ട് ആരിന് വെള്ളം കുടിക്കുമ്പോ? ഞാൻ എഴുത്തുകാരനായത് യാദൃശ്ചിക സംഭവമൊന്നുമല്ല. 9 കൊല്ലം ലക്കും ലഗാനുമില്ലാതെ എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി. രാജ്യങ്ങൾ അടച്ചു വലവീശിയ മാതിരിയാണ് കറങ്ങിയത്. അനിശ്ചിതമായ കാലഘട്ടം, വെയിലും മഴയും ചൂടും തണുപ്പും ഒക്കെ സഹിച്ചുള്ള സഞ്ചാരം. അവസാനം സ്വന്തം നാടായ കേരളത്തിൽ തിരിച്ചെത്തി. ആകെ സ്വന്തമായൊരു പേന മാത്രമാണ് ഉണ്ടായിരുന്നത്. കുഴിമടിയന്മാരായ ബെടുക്കൂസുകൾക്ക് പറ്റിയ പണിയെന്തെന്ന് തല പുകഞ്ഞാലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി: സാഹിത്യം. എഴുത്തുകാരനാവുക. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി. അനുഭവങ്ങൾ ഇച്ചിരിപ്പടിയോടെ ഉണ്ടല്ലോ, അവനെയൊക്കെ കാച്ചിയാൽ മതി. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും, നാരായണയുടെ എന്റെ പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുവോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നും അല്ല. ഞാനും സുന്ദരനൊന്നും അല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും.